പല കേവല വിശ്വാസങ്ങളുടെയും സ്ഥിതി അതാണ്. അതൊരു ബുദ്ധിപരമായ വിനിമയമായിരിക്കും, പക്ഷെ അത് ഫ്രൂട്ട്ഫുൾ ആകത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് വിശ്വാസം എന്ന കേവല ബുദ്ധിപരമായ വിനിമയത്തെ കൺവേർട്ട് ചെയ്യും. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഒരു ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസാക്കി മാറ്റും. ദൈവസ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ ബുദ്ധിപരമായ വിനിമയം, ഒരു ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ നമുക്ക് തരും. ദൈവം ഏത് കാലത്ത് ഏത് സമയത്ത് എന്നെ സഹായിക്കും, ഞാൻ ദൈവത്തിനെ ആശ്രയിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന് ഞങ്ങളുടെ നാട്ടിലും മാതാവില്ലേ, അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോണത് എന്നങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു കേവല വിശ്വാസമാണ്. കേവല വിശ്വാസം ഉള്ള പ്രശ്നം, ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിന്നാലും ഇവിടെ നിന്നാലും കേവല വിശ്വാസക്കാർക്ക് അത് ആക്ടിവേറ്റ് ആകത്തില്ല വിശ്വാസം. നമ്മൾ റീചാർജ് ചെയ്യാം, പക്ഷേ ആക്ടിവേറ്റ് ആകുന്നത് വേറെ ഒരു ഫങ്ഷനാണ് അല്ലേ. മൊബൈലിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ ആക്ടിവേറ്റ് ആകുന്നത് വേറെ ഒരു ഫങ്ഷനാണ്. അതുപോലെ വി ക്യാൻ ഹാവ് ഫെയ്ത്ത്, പക്ഷേ ആ ഫെയ്ത്ത് ഒരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് ബേസ് വേറെയാണ്. അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ എലമെൻറ്റ്സ് വേണം. ഉടമ്പടിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയം, എൻ്റെ ഫെയ്ത്ത് കണ്ടൻറ്റിൽ കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് ആ വിഷയത്തിലൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ കുറവാണ് പരിഹരിക്കേണ്ടത്. കുറവ് പരിഹരിച്ച് മാത്രമേ നമുക്ക് വിശ്വാസ പുരോഗതി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകും, തൽസ്ഥിതി നിലനിന്ന് പോകും. നമുക്കൊരു 10 ഡിഗ്രി ഫെയ്ത്ത് ഉണ്ട്, നമ്മളെങ്ങനെ തലകുത്തി പോയി. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈ കൃപാസനത്തിൽ വന്ന് എൻ്റെ പേരിൽ രോഗികളെ ശുശ്രൂഷിക്കാം, വീട്ടിലെ സഹായം കൊടുക്കാം, അമ്മയെ സഹായിക്കാം, അല്ലെങ്കിൽ അപ്പനെ സഹായിക്കാം, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ സഹായിച്ചാലും ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിനൊരു വളർച്ച ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ടാകത്തില്ല. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ടെക്നിക്കലി ഫങ്ഷനിലായതുകൊണ്ടാണ്, സാങ്കേതികമായിട്ട് ഫങ്ഷനിലാകുന്നത് കൊണ്ടാണ്. സാങ്കേതികമായിട്ടല്ല എൻ്റെ അത് വരണത്. ഇപ്പം നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പം ചിലരൊക്കെ എന്തുമാത്രം, അതായത് കൃപാസനത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കാൻ കാരണം ഉടമ്പടി എടുത്തവരെല്ലാവരും ലോകത്തിൻ്റെ എമ്പാടും പോയി ആശുപത്രികളിലും അനാഥാലയങ്ങളിലും ഹോസ്പിസുകളിലും അതുപോലെ കുടുംബങ്ങളിലുമൊക്കെ പോയി ആൾക്കാരെ ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും പണം കൊടുക്കുകയും അവിടെ നിന്ന് വസ്ത്രം കഴുകി കൊടുക്കുകയും അങ്ങനെ സൽപ്രവൃത്തികളുടെ ഒരു പ്രളയമാണ് ഈ ഉടമ്പടി അഴിച്ചുവിട്ടിരിക്കുന്നത്. അവരുടെ സൽപ്രവൃത്തികളുടെ ആസ്തി ആ ഉടമ്പടിയുടെ പൊതു ഖജനാവിലെ ടാപ്പ് ചെയ്യുന്നവർക്ക് ഈ കൃപാസനത്തിൻ്റെ പൊതു ദൈവാനുഗ്രഹം ലഭിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൃപാസനത്തിലെ
കാല് കുത്തുമ്പോഴൊക്കെ ചില ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ പൊതുവായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ആസ്തികളാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ സുവിശേഷം ജീവിച്ച് യേശുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു ബേസ്മെൻ്റ് ഉണ്ട് നമുക്ക്. പിന്നെ 2.5 ലക്ഷം ജപമാലയല്ലേ ഇപ്പോൾ ചെല്ലാൻ പോകുന്നത്. അങ്ങനെ എത്രയോ വർഷം 2002 തുടങ്ങിയതാണ്. 2002 800 പേരുമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 2.5 ലക്ഷമായിട്ട് ഉയർന്നത്. അപ്പം അത്രയും കാലത്തെ പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് ലൈറ്റക്കാരൻ്റെ പേരക്വസ്റ്റിനൊക്കെ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ ചുമ്മാ അടിക്കുമ്പോൾ ദൈവം അത് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? അവിടെ തിരുവണ്ട ഇതിൻ്റെ ആധ്യാത്മിക ആസ്തിയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ കുറച്ച് റീസണബിൾ ആകണം. ഒരു വൈകാരികം എന്നതിനേക്കാളുപരി ഫെയ്ത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു റീസണുണ്ട്. വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഒരു റീസണുണ്ട്, യുക്തിയുണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന സെക്കുലർ യുക്തിയല്ല, അത് മരിയൻ യുക്തി എന്നാണ് ഞാൻ പറയണത്. മരിയൻ റീസൺ അങ്ങനെ ഒരു സംഭവമാണ്. ആധ്യാത്മിക ജീവിതത്തിലുള്ള സംഭവമാണ് മരിയൻ റീസൺ. എന്താ മരിയൻ റീസൺ? അപ്പോൾ മരിയൻ റീസൺ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നു, ഈശോയോട് പറയുന്നു അല്ലേ. ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് ഈശോയുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്താ? എനിക്ക് നിനക്കും എന്ത്. സെക്കൻഡ് റെസ്പോൺസ് എന്താണ്? എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് റെസ്പോൺസും സെക്കൻഡ് റെസ്പോൺസും ഉദ്ദേശിച്ച നെഗറ്റീവ് ആൻസറാണ് വരണത് അല്ലേ. നെഗറ്റീവ് അല്ലേ, ആ വിഷയം നടക്കത്തില്ലെന്ന് ഉറപ്പല്ലേ. ദെൻ വൈ മദർ ഈസ് വെയിറ്റിംഗ് ഫോർ ദി ആൻസർ? പിന്നെ എന്തുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത്? അതാണ് വിഷയം. അതാണ് മരിയൻ റീസൺ എന്ന് പറയുന്നത്. എന്താണ്? അമ്മയ്ക്ക് വിശ്വാസത്തെക്കാളുപരി ഈശോയോട് സ്നേഹമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം തന്നോരമ്മ യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിൻ്റെ അമ്മ. ഇത്രയും നേരം ഈശോ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് വിശ്വാസമുണ്ടാകാം, അത് കേവല വിശ്വാസമാണ്. ആ കേവല വിശ്വാസം ചില സമയത്ത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഫങ്ഷനിലല്ലാതെ വരും. ഇപ്പം കേവല വിശ്വാസത്തിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടാകണം? ഇപ്പം അമ്മ, അതാണ് മരിയൻ റീസൺ. മരിയൻ റീസൺ എന്ന് പറയാം എന്താ? ഇപ്പം എനിക്കും നിനക്കും എന്ത് എന്ന് അമ്മ ചോദിച്ചില്ലേ? ഇറ്റ് ഈസ് നത്തിങ് ടു വിത്ത് അസ്, ഇറ്റ് ഈസ് നോട്ട് അവർ ബിസിനസ്. അപ്പോൾ ഈശോ അത് ഡിസോൺ ചെയ്ത് കളഞ്ഞേ അല്ലേ. അത് ആ വിഷയം ഇറ്റ് ഈസ് നോട്ട് അവേഴ്സ്, ആ വിഷയം നമ്മുടേതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈശോ തള്ളിക്കളഞ്ഞ സംഭവമാണ്. രണ്ടാമത് എന്താണ്? അത് ഒന്ന് മാനുഷികം. ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവികമായ ഇമ്പിഡിമെൻസ് ഉണ്ട്, മാനുഷികമായ ഇമ്പിഡിമെൻസും ഉണ്ട്, തടസ്സങ്ങളുണ്ട്. ഇപ്പം ദൈവികമായ മാനുഷികമായ എന്താണ്? അതിൽ എനിക്കും നിനക്കൊന്നും ചെയ്യാനില്ല. അവരോട് വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കച്ചവടക്കാരൊക്കെ പോയി വിലക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി. നത്തിങ് ടു വിത്ത് അസ്, ഈ വിഷയത്തിൽ നമുക്ക് റോളില്ല എന്ന് പറയും. അത് ഫസ്റ്റ് റീസൺ ഓവർ. സെക്കൻഡ് റീസൺ എന്താണ്? സെക്കൻഡ് റീസൺ ദൈവികമാണ്. എന്താണത്? എൻ്റെ സമയം ഇനി സമ്മതമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് ഉത്തരം തരണമെങ്കിൽ ചില സമയത്ത് രണ്ട് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും. മാനുഷികമായിട്ട് അത് നമുക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടത്തില്ലെന്ന് വരാം. ചിലപ്പോൾ ദൈവികമായിട്ടും അത് നമുക്ക് തരാനുള്ള തടസ്സങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ കുറവായിരിക്കും അത്. ദൈവികമായിട്ടൊരു അനുഗ്രഹം കിട്ടുന്നതിനുള്ള മെറിറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല. അതാണ് നമ്മുടെ കുറവായിട്ട് വരാൻ സാധ്യത. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പം നിങ്ങൾ ഉടമ്പടി വച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇത് രണ്ടും ബാധകമാണ്. ചിലപ്പോൾ അത് മാനുഷികമായ തടസ്സം ഉണ്ടാവും,
ചിലപ്പോൾ ദൈവികമായ തടസ്സമുണ്ടാകും. എന്നിട്ട് നമ്മൾ ഈ മാനുഷികമായ തടസ്സമുള്ള വിഷയം, ഇപ്പം നിങ്ങളുടെ ജപ്തി നടപടി, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം വെക്കണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കിട്ടണില്ല, ജോലി കിട്ടണില്ല, ജോലി സ്ഥലത്തെ പ്രശ്നം, നിങ്ങൾക്ക് PR ആകുന്നില്ല, പെൻഷൻ കിട്ടിയിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നമാണ്, ഇല്ലായ്മയെല്ലാം ഉള്ളത്. അതല്ല, ഈ പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെങ്കിലും ഒരു ആബ്സെൻസാണ്. പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ആബ്സെൻസ് ആകും? പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജപ്തി ആയാലും എന്ത് സംഭവമായാലും എല്ലാ പ്രശ്നങ്ങളും എന്തിൻ്റെങ്കിലും ഒരു ആബ്സെൻസാണ്, എന്തെങ്കിലും ഒരു പോരായ്മയാണ്. ഇപ്പോൾ രോഗമാണത് ആരോഗ്യത്തിൻ്റെ പോരായ്മ, ഇല്ലായ്മയാണല്ലോ. ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ എന്നുള്ള രീതിയിലാണ് ബൈബിൾ അപ്രോച്ച് ചെയ്യണത്. ദാറ്റ് മീൻസ് ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മെരിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. ബൈബിളിൻ്റെ രീതിയാണല്ലോ പറയേണ്ടത്. ഒരു ഇല്ലായ്മ. ഇപ്പോൾ അമ്മ എന്താ പറയണത്? അവർക്ക് വീഞ്ഞ് ഇല്ല. അവിടെ പ്രശ്നത്തെ മുഴുവന് അഭിമാന പ്രശ്നം ഉണ്ടായതിൻ്റെ അകത്ത് നാണം കെട്ടി അവിടെ നിന്ന് പിരിയത്തുള്ള ആ വിഷയം. പക്ഷെ അവർക്ക് ആ നാണം കെട്ടി പിരിയാൻ സാധ്യതയുള്ള വിഷയമാണത്. അപമാന പ്രശ്നമുണ്ടതിൻ്റെ അകത്ത്. നമ്മുടെ എല്ലാ വിജയമയുടെ മുമ്പിൽ നമ്മൾ ടെൻഷൻ അടിക്കണ എന്താ കാര്യം? നമ്മൾ ടെൻഷൻ അടിക്കാൻ കാര്യം അതൊരു അപമാനമായിട്ട് മാറുമോ ഇല്ലയെന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വിഷയമാക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ വിഷയവും മൂടി വെച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണത് സിംഗിൾ വാക്കിലാണ്. ദേ ഹാവ് നോ വൈൻ. അവർക്ക് വീഞ്ഞ് ഇല്ല. അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അതിന് 2 ഇമ്പെഡിമെൻറ്റ്സ് ഉണ്ട്, 2 തടസ്സങ്ങളുണ്ട്. ഒന്ന്, മാനുഷികമായി അത് വലിയ കാര്യം അല്ല. അതാണ് എനിക്ക് നിനക്ക് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ലെൻഡിന് അവർക്ക് ഹയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. അതിൻ്റെ നമ്മളതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന രീതിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ വരണത്. സെക്കൻഡ് ആൻസർ എന്താ വരണത്? സെക്കൻഡ് ആൻസർ വരണത് എൻ്റെ സമയം ഇനി സമാഗതമായി ദൈവികമായ തടസ്സങ്ങളാണ്ട് വേണം. ദൈവികമായി നീ അത് നിനക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല. ഈ അനുഗ്രഹം ഭൗതികമാണ്, പക്ഷേ ദൈവികമായിട്ട് നിനക്കത് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 2 ഇമ്പെഡിമെൻറ്റ്സ് വന്ന സ്വാഭാവികമായിട്ട് എന്താ പറയേണ്ടത്? ആ ഒരു പ്രെയറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ബുദ്ധിയും ബോധമുള്ളവർ പോകും. പക്ഷേ എന്തുകൊണ്ട് മറിയം എന്താ ചെയ്യണത്? മറിയം അതിനെ വെയിറ്റ് ചെയ്യാൻ, എന്നിട്ട് മറിയം അതിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു പുതിയ പോംവഴി കണ്ടുപിടിക്കുകയാണ്. എന്താണ് അത്? കവനൻ്റൽ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഇപ്പോൾ ഈ കാലങ്ങളിലല്ലേ മനസ്സിലായത്. നമ്മൾ വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ വെള്ളം കോരി, വിറക് കൊട്ടാൻ പറഞ്ഞാൽ വിറക് കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പോയത്. ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കണത് ഈ നടക്കാത്ത കാര്യം നടക്കാൻ കവനൻ്റ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇത് പുതിയത് മറിയത്തിൻ്റെ ഫോർമുല അല്ല. ഏജ് ഓൾഡായിട്ട് ബൈബിള് ദൈവത്തിനെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് മെത്തേഡ്. ഈ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് മെത്തേഡിലൂടെ എന്താണ് ശരിക്കും പറയുന്നത്? ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യു മസ്റ്റ് ഹാവ് എ സെർട്ടൻ എമൗണ്ട് ഓഫ് ലെവൽ ഓഫ് ലവ്. നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഇനി ഫുൾ കണ്ടു. അതാർക്കും ചെയ്യാം. സൽപ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വരേണ്ട ഒരു വിഷയം, നമ്മൾ ഗുഡ് വർക്ക്സ് എന്നാണ് പറയണത് സൽപ്രവൃത്തിയെ. പക്ഷേ ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ മൈൻഡ് ആണ് നമ്മൾ തർജ്ജമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൽപ്രവൃത്തികൾ ഗുഡ് വർക്കുകൾ അല്ല. ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേസ്ഫുൾ വർക്കാണ്, ഗ്രേസ് ഗിവിങ് വർക്ക്സിനാണ് ഈ പറയുന്ന ബൈബിൾ എപ്പോഴും സൽപ്രവൃത്തികളുടെ ഇവിടെ കുറഞ്ഞിട്ടാണോ ക്രിസ്തു ആഗതനാകേണ്ടി വരണത്? ക്രിസ്തുവിന് മുമ്പ് എത്രയോ സൽപ്രവർത്തികൾ ചെയ്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. സോക്രട്ടീസൊക്കെ നല്ല മനുഷ്യരല്ലായിരുന്നോ? എന്താ അവർക്ക് കുഴപ്പം? പക്ഷെ അവിടുത്തെ പ്രോബ്ലം ബൈബിൾ അങ്ങനെ ഒരു സൽപ്രവർത്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലോ ഈ ഭൂമിയിൽ ക്രിസ്തു ആഗതനായത്. പിന്നെ എന്താണ്? കൃപാവര പ്രവർത്തനങ്ങളാണ്. ഈ സൽപ്രവൃത്തിയും കൃപാവര പ്രവർത്തിയും തമ്മിൽ ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രേസ് ഗീവിങ് വർക്ക്സാണ് ചെയ്യേണ്ടത്. കൃപാവര പ്രവർത്തനങ്ങൾ
കൃപ നമുക്ക് ലഭിക്കാൻ ആവശ്യമായ വർധനങ്ങൾ. അതെന്താ ചെയ്യണം? കൃപ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃപ എല്ലാം യേശുക്രിസ്തുവിൻ്റെ നെയിമിൻ്റെ അണ്ടറിലാണ് കൃപയെല്ലാം വരണത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് ബൈബിൾ പറയണത് യോഹന്നാൻ 1:17 എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ഇതിനകത്ത് ഒരു പ്രശ്നങ്ങൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിൽ മോശയുടെ വചനവും ജീസസിൻ്റെ വചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. മോസസിൻ്റെ വചനത്തിന് സാങ്കേതികമായ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൈകാര്യം ചെയ്യണത്. കർത്താവിൻ്റെ വചനത്തിൽ അതല്ല. എന്താണ്? കൃപയും സത്യവുമാണ്. കൃപയും സത്യവും ആര് വഴി ഉണ്ടായി? ക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ അറിയണം. ക്രിസ്തു വഴി ഉണ്ടായത്. ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് സൽപ്രവൃത്തികളല്ല. നിങ്ങളെ കുറേ ആൾക്കാർ ചെയ്യണത് വെറും സൽപ്രവൃത്തികളാണ്. വെറും സൽപ്രവൃത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് കൊണ്ട് രോഗികളെ കാണുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ഓൾഡ് ഏജിൽ ഹോമിൽ പോയി ഒരു ദിവസം മുഴുവൻ നിന്ന് അവിടുത്തെ ഉടുപ്പെല്ലാം അലക്കി കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി നഖം വെട്ടി കൊടുത്തെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, യു ആർ ഡൂയിങ് ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇതെല്ലാം നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പക്ഷേ ഇതെല്ലാം സൽപ്രവൃത്തികളാണ്. ഈ സൽപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കൃപ ഡ്രോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി വേണം. എന്താ വേണ്ടത്? കൃപ. സൽപ്രവൃത്തികളിൽ ഈ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയും ചെയ്യാൻ പറ്റും. ലോകത്ത് എന്തുമാത്രം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലേ? റോട്ടറി ക്ലബ്ബുകാരെ കണ്ണ് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പം അങ്ങനെ എന്തോ ക്ലബ്ബുകാർ ചെയ്യുന്നുണ്ട്. നാട്ടിൽ എന്തുമാത്രയും അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പല പലതരമുള്ള പാർട്ടി സംഘങ്ങളും ഒക്കെ പല കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൽപ്രവൃത്തികളാണ്. പക്ഷേ ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികത ചര്യം അനുവർത്തിക്കുന്നവരെ കേവലം സൽപ്രവൃത്തികളല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, കൃപാവര പ്രവൃത്തികളാണ്. എന്താ കാര്യം? കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി. അപ്പം കൃപാവര സത്യങ്ങൾ, കൃപാവര പ്രവൃത്തികൾ ചെയ്യാൻ, ഇപ്പം സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും നമ്മൾ വ്യത്യാസം എന്താ? സൽപ്രവൃത്തികൾ മനുഷ്യൻ്റെ പേരിലാണ് ചെയ്യണത്. ചിലർ നല്ല പേരെടുക്കാൻ ചെയ്യും, ചിലർ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യും, ചിലത് ജനകീയ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും, ചിലത് അവിടെ കള്ളത്തരങ്ങളെ പുറത്തറിയാൻ അവിടെ ഒരു പുതിയൊരു ഫേസ് കാണിക്കാൻ വേണ്ടി സമൂഹത്തിന് വേറൊരു സംഭവം. അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളാണ് ഈ സൽപ്രവൃത്തികൾക്കുള്ളത്. പക്ഷേ കൃപാവര പ്രവൃത്തി അതല്ല. കൃപാവര പ്രവൃത്തി എന്ന് പറയണത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യണതാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അതിൻ്റെ 10% ഗ്ലോറി ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് വലത് കൈ ചെയ്യണത് ഇടത് കൈ അറിയരുത്. മനുഷ്യൻ അറിയരുതെന്നായി പറയണത്. മനുഷ്യന്മാർ അറിയരുതെന്നാണ് പറയണത്. പക്ഷേ മനുഷ്യന്മാർ അറിയുന്ന വെച്ചാൽ എല്ലാ കാര്യവും പാത്തും പതുങ്ങിയും ചെയ്യണമെന്നല്ല. മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും അറിയിക്കാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് മസിൽ പിടിക്കരുതെന്ന് അർത്ഥം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കേവല വിശ്വാസത്തിൽ നിന്ന് സൽപ്രവൃത്തികളിലേക്കും പിന്നെ കൃപാവര പ്രവൃത്തികളിലേക്കും സഭ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്ക് പോകുന്നത് കാലങ്ങൾ കൊണ്ടാണ്, ഒറ്റയടിക്കല്ല. ആദ്യകാലങ്ങളിൽ സഭയ്ക്ക് തോന്നിയത് കേവല വിശ്വാസം മാത്രം മതി എന്നാണ് തോന്നിയത്. ക്രിസ്തുവിലുള്ള കേവല വിശ്വാസം മാത്രം മതി. ഒരു മനുഷ്യന് അവന് റൈച്ചസ് ആകാൻ പറ്റും, നീതീകരിക്കപ്പെടാൻ പറ്റും. ഇപ്പം റോമ 3:28 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 3:28
എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അപ്പൊ ആദ്യകാലങ്ങളിലുള്ള കൺസെപ്റ്റ് വിശ്വാസം, ക്രിസ്തു എനിക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിൻ്റെ പരിഹാരത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിത്യരക്ഷ ലഭിക്കുമെന്നുള്ള ഇതിന് ഇനീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പ്രാഥമിക നീതീകരണം. അപ്പോൾ ഈ ഒരു സഭാകൂട്ടങ്ങൾ ഈ പ്രാഥമിക നീതീകരണം മതിയെന്ന് മാത്രം കടംപിടുത്തം പിടിച്ചുകൊണ്ട് സൽപ്രവൃത്തികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 50,000-ഓളമാണ് ആതുര കേന്ദ്രങ്ങളുള്ളത്. ഇത് മാത്രമാണ്. അതായത് നമ്മൾ എന്തുമാത്രം ആതുര സേവന കേന്ദ്രങ്ങളാണ് സഭയ്ക്കുള്ളത്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആതുര സേവന കേന്ദ്രങ്ങളുള്ളത് സഭയ്ക്കാണ്. അത് സഭ എന്താ ഫോളോ ചെയ്യണത്? വിശ്വാസം മാത്രം പോരാ, പിന്നെന്താണ്? പ്രവൃത്തി കൂടി വേണം. അത് പറയാൻ കാരണം എന്താണ്? അത് സെൻറ്റ് പോൾ തന്നെ പിന്നീട് തീത്തോസിലേക്ക് വരുമ്പോൾ, തീത്തോസ് 3:8 എടുത്തേ, 3:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ.